ശപിക്കപ്പെട്ട തുന്നൽക്കാരി. വർഷങ്ങൾക്ക് മുൻപ് മൂൺഫാൾ എന്ന ഗ്രാമത്തിൽ വർഷങ്ങൾ കഴിയുന്തോറും അവരുടെ ആശങ്കകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രിയും കൂടെ ഒരാളെ കാണാതെ പോയിരിക്കുന്നു. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. എല്ലാരും പറയുന്നത് ക്ലാരയെ പെട്ടെന്നങ്ങ് കാണാതായെന്നാണോ? നമ്മുടെ കൊട്ടാരത്തിന് എന്തോ ശാപം ഉണ്ടെന്നാണ് തോന്നുന്നത്. ദാ നോക്കൂ, വേറൊരു തയ്യക്കാരി അവർ അന്വേഷിക്കുകയാണ്. പാവം കുട്ടി. ഈ നിഗൂഢത ഒരു തുടർക്കഥയായി മാറി. മൂൺഫാൾ ഗ്രാമത്തിൽ ഇതുപോലെ പേടിപ്പിക്കുന്ന നിഗൂഢതകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇതാ അമ്മേ, കുടിച്ചോളൂ. മരുന്ന് ഏറെക്കുറെ തീർന്നല്ലോ. അത് ഞാൻ മേടിച്ചോളാം. മില്ലേഴ്സിന് ആവശ്യമുള്ള തയ്യൽ അത് ഞാൻ ഇന്നലെ തീർത്തതേ ഉള്ളൂ. അതൊന്നും തികയില്ലേ എലീന? എനിക്കൊന്നും തികയുന്നില്ല. ഹേ എലീന, എനിക്ക് വിശക്കുന്നു. എനിക്കറിയാം, നമുക്ക് ഉടനെ കഴിക്കാം. തൽക്കാലത്തേക്ക് കുറച്ച് വെള്ളം കുടിച്ചോളൂ. തീ അണയാതെ നോക്കണം. നിങ്ങളാണോ എലീന ടാച്ചർ? അതെ. മഹാറാണിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അരമനയിലേക്ക് നല്ല കഴിവുള്ള ഒരു തയ്യൽക്കാരി വേണമെന്നാണ് അരമന അറിയിച്ചിരിക്കുന്നത്. ആ ജോലിക്ക് ഒരാഴ്ചയിൽ 5 വെള്ളിക്കാശുകളാണ് ശമ്പളം. ഇന്ന് രാത്രി മറക്കാതെ അരമനയിലേക്ക് എത്തിച്ചേരുക. ഒരു കാര്യം മറന്നു. ഇത് ശരിയല്ലല്ലോ. നിങ്ങളുടെ അച്ഛൻ വാങ്ങിയ കടമൊന്നും ഇതുവരെ വീട്ടിയിട്ടില്ല. കൊട്ടാരം ഇതുവരെ അതെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ്. 50 സ്വർണ്ണ നാണയങ്ങളോ? വെങ്കലം പോലും ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ ഈ കടം തിരിച്ചടച്ചില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും തടങ്കലിൽ പാർപ്പിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നല്ലൊരു അവസരമായിരിക്കും ഇത്. എത്ര കാലം ഞാൻ ജോലി ചെയ്യേണ്ടി വരും? റാണിയുടെ വസ്ത്രങ്ങൾ മുഴുവനായും പൂർത്തിയാകുന്നത് വരെ. ആ ഗൗണുകൾ ഒരിക്കലും പൂർത്തിയാകില്ല. എലീന, വേണ്ട, നീ കൊട്ടാരത്തിലേക്ക് പോകണ്ട. അമ്മേ, നമുക്ക് വേറെ എന്ത് വഴിയാ ഉള്ളത്? കഴിഞ്ഞ മാസം തുന്നൽക്കാരന്റെ മകള് ക്ലാര അവിടെ ജോലിക്ക് പോയി. അതിനുശേഷം അവൾ ആരും കണ്ടിട്ടേ ഇല്ല. ആ കിളവൻ വില്ലീസ് പറയുന്നത് കൊട്ടാരം ആൾക്കാരെ കഴിക്കുന്ന. എലീന പറയുന്ന മനസ്സിലാക്ക്. ആ കൊട്ടാരത്തിന് എന്തോ ദുരൂഹതയുണ്ട്. എന്റെ ദുരൂഹതയുടെ കാര്യം അമ്മ പറയുന്നത്? ഒരു ദിവസം പോലും തടങ്കലിൽ കിടക്കാൻ അമ്മയ്ക്കാവില്ല. പിന്നെ കുട്ടികളുടെ കാര്യം? ഒരാഴ്ചയിൽ 5 വെള്ളി നാണയങ്ങൾ. 10 ആഴ്ച കൊണ്ട് എനിക്ക് ആ കടം വീട്ടാനാവും. അത്രയും കാലം നീ ജീവിച്ചിരുന്നാ മാത്രം. പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരുമെന്നേ. ഓ എലീന, എലീന, കൊട്ടാരത്തിലേക്ക് നിനക്ക് സ്വാഗതം. നിന്റെ കഴിവുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ലോലമായ കൈകളാണ് നിന്റേത്. ഈ ജോലിക്ക് വളരെ അനിവാര്യം. നിഷ്കളങ്കതയുമുണ്ട്. വളരെ നല്ലത്. ശരിയായ ഒരു തയ്യൽക്കാരി. അംഗീകാരത്തിന് നന്ദിയുണ്ട്. ഓ, ഇത്തരത്തിലുള്ള ഔപചാരികതകളുടെ ആവശ്യമൊന്നുമില്ല മോളെ. നമ്മളൊരു കുടുംബം പോലെയാണ്. ഈ ഗൗണുകൾ കണ്ടോ നീ? നിനക്ക് മുമ്പ് വന്നവർ കയ്യൊപ്പ് പതിപ്പിച്ചതാണ് ഇവയൊക്കെ. അവർ അവസാനമായി തയ്ച്ചതാണ്. അവരുടെ ഏറ്റവും മികച്ചതുമാണ്. അതിനുശേഷം അവർ മറ്റു കൊട്ടാരങ്ങളിലേക്ക് ജോലിക്ക് പോയതാണോ? അത് ശരിയാണ് മോളെ. നല്ല അവസരങ്ങൾ കിട്ടി. നിനക്കിവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിനു മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന തയ്യൽക്കാരികളുടെ ഫോട്ടോകൾ എലീന അവിടെ കണ്ടു. എല്ലാ ഫോട്ടോകളിലുള്ള പെൺകുട്ടികളുടെയും കണ്ണുകളിൽ ഒരേപോലത്തെ ഭയം അവൾ കണ്ടു. രാജകുമാരൻ എന്നോട് ക്ഷമിക്കണം. ഇല്ല, തെറ്റ് എന്റേത് മാത്രമാണ്. ഞാനെന്തോ ചിന്തിച്ചു വരികയായിരുന്നു. നീ ഇവിടെ പുതിയ ആളാണല്ലേ? തയ്യൽക്കാരിയാണോ? 3 ദിവസമേ ആയുള്ളൂ രാജകുമാര. ഈ കൊട്ടാരമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവളൊന്നും മിണ്ടിയില്ല. ഈ രാജകുമാരന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒറ്റ നോട്ടത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്.
എനിക്ക് പോകാൻ സമയമായി. മാഡത്തിന് ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായും. പക്ഷേ നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എലീന താച്ചർ എന്നാണ് രാജകുമാര. അതെ രാജകുമാര, മന്ത്രിമാരെല്ലാം അങ്ങേ കാത്തിരിക്കുകയാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ മിസ് താച്ചർ. അന്നേ ദിവസം അർദ്ധരാത്രി ആയിട്ട് കൂടി എലീന ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് എലീന ഭയന്നു. താൻ തച്ചുകൊണ്ടിരുന്ന സൂചി പെട്ടെന്ന് നിന്നു. ഹലോ, പെട്ടെന്നൊരു രൂപം അവളുടെ കണ്ണിൽ പെട്ടു. അത് എലീനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. നീ ക്ലാരയല്ലേ? എനിക്ക് മുൻപുണ്ടായിരുന്ന തയ്യൽക്കാരി. നീ വിവാഹം കഴിക്കാനായി നാട്ടിലേക്ക് പോയെന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ നിനക്ക് സംഭവിച്ചത്? നീ ഇവിടുന്ന് പോയിട്ടില്ലേ? നീ ഇവിടെ വെച്ചാണോ മരിച്ചത്? വേണ്ട വേണ്ട, കരയണ്ട പ്ലീസ്. ആരാ? നിനക്ക് എന്താ സംഭവിച്ചേ? എന്തെങ്കിലും ശാപമായിരുന്നോ? രാത്രിയാണല്ലോ ജോലി. നിന്റെ ഈ സമർപ്പണ ബോധം പ്രശംസനീയമാണ്. എംബ്രോയിഡറി ഇന്ന് തന്നെ തീർക്കാന്ന് വിചാരിച്ചിട്ടാ. നല്ലത്. നാളെയാണ് നീ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആരംഭിക്കാൻ പോകുന്നത്. രാജകുമാരൻ അലന്റെ വിവാഹം ഇങ്ങ് അടുത്തു കഴിഞ്ഞു. നീ തന്നെയായിരിക്കും അവന്റെ വിവാഹ വസ്ത്രങ്ങളെല്ലാം തന്നെ തുന്നാൻ പോകുന്നത്. വിവാഹമോ? ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ലായിരുന്നു രാജകുമാരന്റെ നിശ്ചയം കഴിഞ്ഞുവെന്ന്. അതെ, കിഴക്ക് ദിക്കിലെ ഒരു രാജകുമാരിയുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ വിവാഹം കൂടി കഴിയുമ്പോൾ ഈ രാജ്യത്തിന്റെ ശക്തി അത്രയും അറിഞ്ഞാൽ മതി. നീ വസ്ത്രങ്ങൾ മനോഹരമായിരിക്കണം. നിനക്ക് ക്ലാരയേക്കാൾ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ക്ലാരയ്ക്ക് മുകളിൽ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്ലാരയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് മാഡം? അവൾക്ക് അവളുടെ ജോലിയോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഇനി വിശ്രമിച്ചാലും. അവിടെയുള്ള ബൊമ്മയുടെ നിഴൽ ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് അത് നീളം വെച്ചു. ഒരു പെണ്ണിന്റെ രൂപമായി മാറി. അടുത്ത ദിവസം എന്തെങ്കിലും സത്യങ്ങൾ അറിയാൻ വേണ്ടി അവൾ പഴയ പുസ്തകങ്ങൾ പരിശോധിച്ചു തുടങ്ങി. ഇതിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടിയാലോ? ഒരു ലെതർ കൊണ്ട് പൊതിഞ്ഞ പുസ്തകം അവൾ കയ്യിലെടുത്തു. അതിലൂടെ അവൾക്ക് ചില രഹസ്യങ്ങൾ മനസ്സിലായി. ഓരോ പൗർണമിയിലും ഒരു സംഭവം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തയ്യൽക്കാരികളും രാജകുടുംബത്തിന് മികച്ച വസ്ത്രങ്ങൾ തുന്നിക്കൊടുത്തതിന് ശേഷം എന്നേക്കുമായി കാണാതെയാകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സംഭവിച്ചേ? ഏയ് നിൽക്ക്, ദയവേത് ഇതൊക്കെ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കേ. ഓ, ഇസബെല്ല, നീ എന്താ എന്നോട് പറയാൻ ശ്രമിക്കുന്നേ? ഈ രാജകുടുംബത്തിന്റെ ഭരണം അവർക്ക് ജന്മാവകാശമായി കിട്ടിയതല്ല. പൈശാചിക ശക്തിയുമായുള്ള ഒരു ഉടമ്പടിയിലൂടെ നേടിയതാണത്. എന്റെ തുന്നൽ മികവ്, ഞങ്ങളുടെ കഴിവുകൾ വെറും പ്രശംസയ്ക്ക് മാത്രമുള്ളതല്ല. ഞങ്ങളൊരു ദൗത്യത്തിന്റെ വാഹകർ കൂടിയാണ്. ഈ മന്ത്രവാദ ദൗത്യത്തിന് ഒരു ബലിയുടെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ തുന്നൽ വിദ്യയിലുള്ള സർഗാത്മകമായ കഴിവും ഞങ്ങൾ തുന്നുന്ന നൂലിഴകളിൽ അലിഞ്ഞു ചേരും. ഈ വസ്ത്രം ധരിക്കുന്ന ആൾക്ക് തയ്യൽക്കാരിയുടെ കഴിവുകൾ മാത്രമല്ല, തയ്യൽക്കാരിയുടെ ആത്മാവിന്റെ ഒരു അംശമാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ സൃഷ്ടി പൂർത്തിയാകുമ്പോൾ അത് തന്നെ ഞങ്ങളുടെ ശവകുടീരവുമാകും. ഇങ്ങനെ അന്യായമായി അപഹരിക്കപ്പെടുന്ന ആത്മാക്കളിലൂടെയാണ് രാജകുടുംബം ശക്തമായി നിലനിൽക്കുന്നത്. വെറുതെയല്ല ഓരോ ഈവന്റ് കഴിഞ്ഞ് തയ്യൽക്കാരികളെ കാണാതാകുന്നത്. അയ്യോ, വിവാഹം! എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? അതെ, ഒന്ന് റിസർച്ച് ചെയ്യുകയായിരുന്നു. ആ ശാപം എല്ലാവരും പറയുന്നത് പോലെ ഒരു കെട്ടുകഥയല്ല. ഒരിക്കലുമില്ല. ഞാൻ അവർക്ക് വേണ്ടിയുള്ള ഡിസൈനായി മാറില്ല. രാജകുടുംബത്തിലെ പല തലമുറകളിലെ ചിത്രങ്ങൾ എലീന സൂക്ഷിച്ചു നോക്കി. വിശ്വസിക്കാനാവുന്നില്ല. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ. പിടിച്ചുവെക്കപ്പെട്ട ആത്മാക്കളുടെ ശരിക്കുമുള്ള കഴിവാണ് ആ രാജകുടുംബത്തിന്റെ കഴിവെന്ന് തന്റെ കരങ്ങൾ കൊണ്ടവൾ പൂർണ്ണമായും മനസ്സിലാക്കി. അതേസമയം രാജകുമാരനുമായുള്ള അവളുടെ ബന്ധം വളർന്നുകൊണ്ടേയിരുന്നു.
പൂന്തോട്ടത്തിൽ അവർ തനിച്ച് കാണുവാനും തുടങ്ങി. റോസുകൾ വളരെ അപൂർവമായി കാണുന്ന ഡമാസ്കസ് റോസ് ആണിത്. കിഴക്ക് ദിക്കുകളിൽ നിന്ന് എന്റെ മുത്തശ്ശി പണ്ട് കൊണ്ടുവന്നതാണ് ഇവയെല്ലാം. അത് വളരെ മനോഹരവും മൃദുലവുമായിട്ടുണ്ട്. നിന്റെ ഏതൊരാഗ്രഹവും നിറവേറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ നീ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? തീർച്ചയായും സ്വാതന്ത്ര്യം തന്നെ. എന്റെ സൃഷ്ടികളുടെ ഉടമസ്ഥാവകാശം മറ്റൊരാൾ കൈപ്പറ്റാതിരിക്കാൻ വേണ്ടി. ഞാൻ കരുതിയത് സമ്പത്തോ സ്ഥാനമാനമോ ആയിരിക്കും നിന്റെ ആഗ്രഹമെന്നാ. സ്ഥാനമാനങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കും. നീ ഒരു അസാധാരണമായ പെൺകുട്ടിയാണ് എലീന താച്ചർ. രാജകുമാരൻ, ഞാൻ എന്നെ അലനെന്ന് വിളിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. എലീന, കീറ്റ്സിനെ കുറിച്ച് അറിയാമോ നിനക്ക്? ഇല്ല രാജകുമാര, ഞാൻ വെറും ഒരു തയ്യൽക്കാരി മാത്രമാണ്. കീറ്റ്സ് ഒരു കവിയായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് സൗന്ദര്യം സത്യമാണെന്നും സത്യം സൗന്ദര്യമാണെന്നും. തന്റെ കുടുംബത്തിന്റെ ഭൂതകാലം രാജകുമാരൻ അറിയുമോ ഇല്ലയോ എന്ന് അവൾ ആശങ്കപ്പെട്ടു. ചില സത്യങ്ങൾ മറച്ചു വെക്കുന്നതല്ലേ നല്ലത് രാജകുമാര. നിനക്ക് രഹസ്യങ്ങൾ ഉള്ളതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇല്ലേ? സത്യമാണ് എലീന. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം ഇതുവരെ പറഞ്ഞില്ല. മറ്റെന്തൊക്കെയാണ് മറച്ചു വെക്കുന്നത്? ഞാൻ നിന്നോടൊന്നും മറച്ചു വെക്കുന്നില്ല. കവിതകളെ കുറിച്ചും പലതരം റോസാപ്പൂക്കളെ കുറിച്ചും പറഞ്ഞു. അതെന്താ മറച്ചു വെച്ചേ? എലീന, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാജകുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോ പോകാൻ സമയമായിരിക്കുന്നു രാജകുമാര. രാജകുമാരന്റെ വിവാഹ വസ്ത്രങ്ങൾ തയ്ക്കാനുണ്ട്. എലീനയ്ക്ക് ഉറക്കം വരുന്നതേയില്ല. തന്റെ ജോലിയാണോ താൻ തീർക്കാനുള്ള ശാപമാണോ വലുതെന്ന് ആലോചിച്ച് അവളുടെ ഉറക്കം പോയി. രാജകീയ വിരുന്നിനിടയിൽ രാജ്ഞി വരുന്നത് കണ്ട് അവൾ ശ്രദ്ധിച്ചു നോക്കി നിന്നു. ഓരോ നടപ്പും ഓരോ നോക്കും ഇതിനു മുമ്പുണ്ടായിരുന്ന തയ്യൽക്കാരി ക്ലാരയെ പോലെ തന്നെയായിരുന്നു. ഒരുപോലെ തന്നെയുള്ള ചേഷ്ടകളും അതുപോലെ തന്നെയുള്ള ഭാവങ്ങളുമായിരുന്നു. റാണി അണിഞ്ഞിരിക്കുന്നത് ക്ലാര തച്ച വസ്ത്രമല്ല, ക്ലാരയുടെ ആത്മാവിന് തന്നെയാണ്. അല്ലേ എലീന, നിനക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അതെ എലീന, നമ്മുടെ രാജ്ഞിക്ക് നിന്നെ കാണണമെന്നുണ്ട്. രാജകുമാരന്റെ വിവാഹ വസ്ത്രത്തിന്റെ തുന്നൽ പണികൾ എവിടെ വരെയായി? അതേ മഹാറാണി. നിനക്ക് മുൻപ് വന്ന തുന്നൽക്കാരികളെല്ലാം അവരുടെ അന്തിമ സൃഷ്ടിയിലേക്ക് അവരുടെ ആത്മാക്കളെ അലിയിച്ചിട്ടുണ്ട്. കാവ്യാത്മകമായി പറയുമ്പോ എലീന താച്ചർ, നിന്റെ ആ കുട്ടികൾ, പിന്നെ വയ്യാതെ കിടക്കുന്ന അമ്മ, ഞങ്ങളുടെ ഈ രാജകുടുംബം എല്ലായ്പ്പോഴും ഞങ്ങളെ ആത്മാർത്ഥമായി സേവിക്കുന്നവരോട് കരുണ കാണിക്കാറുണ്ട്. അപ്പോ അങ്ങനെ അല്ലാത്തവരോ? മൂൺഫാൾ വില്ലേജിൽ കുറെ പേരുകൾ എഴുതപ്പെടാത്ത കല്ലറകളുണ്ട്. നിന്റെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി നിന്റെ കയ്യിലാണ്. അപ്പോ നീ പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യമായി കാണുന്ന സമയത്ത് ഞാൻ കരയുകയായിരുന്നു. ഇപ്പോൾ നീ കരയുകയാണല്ലോ. പക്ഷേ അത് എന്തിനാണ് നീ ഇപ്പോൾ കരയുന്നത്? അവൾ പറഞ്ഞത് ശരിയാണ്. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എലീന. എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നേ? നാളെ രാത്രി പൗർണമിയാണ്. എനിക്ക് സത്യത്തിൽ എന്ത് ചെയ്യാനാവും? നിന്നെ കൊണ്ട് ആ മന്ത്രത്തെ തകർക്കാൻ സാധിക്കും. ആണോ? എങ്ങനെ? ആ മന്ത്രശക്തി ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം ഈ ശാപം എങ്ങനെ വന്നു എന്നുള്ള കാര്യം നീ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ എലീന, നീ കരയുകയാണോ? മേഡം തോൺ ഇന്നലെ രാത്രി നിന്നോട് എന്താ പറഞ്ഞത്? എലീന സ്തംഭിച്ചു നിന്നു. എങ്കിലും രാജകുമാരിൽ നിന്നും സത്യമറിയുവാൻ വേണ്ടി അവൾ തീരുമാനിച്ചു. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കഴിവുകളുമുള്ള ആൾക്കാരുണ്ടല്ലോ, അതെല്ലാം ഒരു തരത്തിൽ മോഷ്ടിച്ചതാണോ? വെറുതെ മോഷ്ടിച്ചതല്ല, പിടിച്ചു വാങ്ങിയതാണ്. കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. ദൈവികമായി കിട്ടിയ വരദാനമാണത്. മറ്റുള്ളവർക്കൊരു ശാപമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ദൈവികമോ? ഇത് ദൈവികമല്ല, ഇതൊരു ഉടമ്പടിയാണ്. ഏതോ തരത്തിലുള്ള പൈശാചിക ശക്തിയുമായിട്ട്. നോക്ക്, ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും സമയത്ത്, കൃഷികളെല്ലാം നശിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു ഉടമ്പടിയിൽ രാജാവ് ഒപ്പുവെച്ചു. കഴിവുള്ളവരെ എപ്പോഴും കുരുതി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ രാജ്യത്തിന് ഒരു ക്ഷാമവും ഉണ്ടാകുകയില്ല. എണ്ണമറ്റ ജീവനുകൾ പണയപ്പെടുത്തിയിട്ടാണ് രാജകുടുംബത്തിലെ ഒരാൾ സ്വമേധയാ കിട്ടിയ അനുഗ്രഹം വെടിയാൻ തയ്യാറാവുകയാണെങ്കിൽ ശാപത്തിൽ നിന്നും മുക്തി നേടാം. ഒരു രാജകീയ യാഗം സ്വമേധയാ ഉള്ളതായിരിക്കണം. എലീന, എന്നോട് ക്ഷമിക്കണം. എന്തിനാ രാജകുമാരൻ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നല്ലോ? അല്ല, എന്റെ വിവാഹത്തിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. നോക്കിയേ, ആ രാജകുമാരിയുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അവളും അതുപോലെ തന്നെ. അതുമാത്രമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം കളയണ്ടെന്ന് വിചാരിച്ചാ ഞാൻ പറയാഞ്ഞത്. ഓ അലൻ, ഇത് കേട്ട് എനിക്ക് നാണം വരുന്നു. പക്ഷെ ആ രാജകുമാരിയുടെ കാര്യം ഇല്ല, ഇത് തെറ്റാണ്. എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. എലീന,
എന്നെ വിശ്വസിക്ക്, രാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കല്യാണത്തിന് അവൾക്കൊട്ടും താല്പര്യമില്ല. എന്നെ പോലെ തന്നെ. ഞാൻ അവളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് കേൾക്കുമ്പോ അവൾക്കും സമാധാനമാവും. അപ്പോ എലീന, നാളെ എന്റെ വധുവായി നീ എന്റെ കൂടെ കാണില്ലേ? അതെ, ഉറപ്പായും. എങ്കിൽ ശരി, ഈ മന്ത്രത്തിനെതിരായി തുന്നേണ്ട വിധം എങ്ങനെയെന്നാൽ യഥാർത്ഥ മാതൃകയുടെ വിപരീതമായി വേണം ഓരോ നൂലിഴയും തുന്നാൻ. പേടിക്കണ്ട, സത്യത്തിന്റെ നൂലുകൊണ്ട് ഞാൻ അതിനെ എന്നേക്കുമായി തുന്നിക്കെട്ടും. ഇത് സാധിക്കുമെന്ന് നിനക്ക് ഉറപ്പാണോ? അതെ, മറുമന്ത്രത്തിന്റെ ശക്തി കൂട്ടാൻ അത് സഹായിക്കും. എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു ശക്തിയേറിയ തയ്യൽ വിദ്യയാണത്. എന്നെ വിശ്വസിക്ക. നിങ്ങൾ തയ്യാറല്ലേ? തയ്യാറെന്ന് മാത്രമല്ല, തീരാത്ത പ്രതികാരത്തോടെ. അങ്ങനെ അവസാനം രാജകുമാരന്റെ കല്യാണ ദിവസം എത്തി. പക്ഷേ കല്യാണ ചടങ്ങിൽ പ്രതീക്ഷിക്കാതെ ഒരു സംഭവമുണ്ടായി. കുമാരൻ അലൻ തന്റെ പദ്ധതിയെപ്പറ്റി കല്യാണമുറപ്പിച്ചു വെച്ച രാജകുമാരിയോട് പറഞ്ഞു. എലീന ഒരു വെള്ള വസ്ത്രം ധരിച്ച് രാജകുമാരന്റെ കയ്യും പിടിച്ച് രാജകൊട്ടാരത്തിലേക്ക് നടന്നു കയറി വന്നു. ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. എലീന, നീ ഇതെന്തു ഭാവിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്? രാജകുമാരൻ അലൻ, നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ കെട്ടുന്ന ഈ വേഷത്തിന്റെ അർത്ഥം എന്താണ്? ദേവി, ഇത് ഒന്ന് മാറി നിൽക്ക്. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി തുന്നിത്തന്ന ഈ കോട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ. ഇതിവിടെ നിർത്തിക്കോളൂ. പക്ഷേ അതിനിപ്പോൾ സമയമില്ല. എലീന അതിന്റെ മറുമന്ത്രം ചൊല്ലിക്കഴിഞ്ഞു. കൈക്കലാക്കിയത് തിരികെ കൊടുത്തേ മതിയാകൂ. ബന്ധിക്കപ്പെട്ടത് സ്വതന്ത്രമാകണം. പിടിച്ചുവെച്ചിരുന്ന തയ്യൽക്കാരികളുടെ ആത്മാക്കളെല്ലാം അതേ നിമിഷം പുറത്തേക്ക് വന്നു. രാജകുമാരനെയും എലീനയും നോക്കി തങ്ങളുടെ ആഴത്തിലുള്ള നന്ദിയും ആത്മാർത്ഥമായ കടപ്പാടും അവരറിയിച്ചു. നിങ്ങളെല്ലാവരും എന്റേതാ. നിങ്ങളെല്ലാവരും എന്റേത് മാത്രമാണ്. വളരെ നന്ദിയുണ്ട് എലീന. അവസാനം ഞങ്ങൾ മോചിതരായിരിക്കുന്നു. എലീനയും രാജകുമാരനും കൈകൾ കോർത്തുപിടിച്ച് അവർ ഒന്നായി തീർന്നു. അതോടെ ആ ശാപം അവിടെ അവസാനിച്ചു. അതിനുശേഷം മൂൺഫാൾ ഗ്രാമം മുഴുവനായും മാറിയിരുന്നു. പിടിച്ചുവെക്കപ്പെട്ട ആത്മാക്കളില്ലാതെ രാജാവ് സ്വന്തം കഴിവുകൊണ്ട് ഭരണം ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി. എലീന രാജകൊട്ടാരത്തിലെ തയ്യൽക്കാരിയായും രാജ്ഞിയായും പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിൽ ആത്മാക്കളായി മാറിയ മുൻ തയ്യൽക്കാരികളുടെ ശില്പങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അവരെക്കുറിച്ച് മറന്നിട്ടില്ല എന്നും രാജാവ് ഉറപ്പുവരുത്തി. അതിനുശേഷം എല്ലാപേരും സന്തോഷമായി ജീവിക്കുവാനും ആരംഭിച്ചു.